അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ മദ്രസകളിൽ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ മദ്രസ ലീഡർ അല്ലെങ്കിൽ സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ എന്നിവരൊക്കെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണല്ലോ വോട്ടിംഗ് സംവിധാനം. കുട്ടികളെ ജനാധിപത്യ രീതി, അതുപോലെ തന്നെ വോട്ടെടുപ്പിൻ്റെ രീതികളും അതുപോലെ തന്നെ ശൈലികളൊക്കെ ബോധവാന്മാരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ആവേശം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ സ്കൂളുകൾ നടക്കുന്നത് പോലെ പല മദ്രസകളിലും ഈ വോട്ടിംഗ് സംവിധാനം, ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം EVM വഴി പലരും നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ബാലറ്റ് പേപ്പർ സംവിധാനം വഴിയും നടത്തുന്നവരുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടുകളിൽ നടന്നു വരുന്നത് EVM മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മദ്രസയിൽ എങ്ങനെ EVM മെഷീൻ യൂസ് ചെയ്തിട്ട് അതുപോലെ ആ ഒരു മാതൃകയിൽ നമുക്ക് എങ്ങനെ ഇലക്ഷൻ നടത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനോട് നൽകിയിട്ടുള്ള PDF-ൽ അതിൻ്റെ മുഴുവൻ ഡാറ്റയും നമ്മൾ നൽകിയിട്ടുണ്ട്. ഏകദേശം ഒരു ഐഡിയ, ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയതിൻ്റെ ഡാറ്റകളാണ് അതിലുള്ളത്. ഇനി ബാലറ്റ് സംവിധാനം വഴി നടത്തുന്നവർക്ക് അതിനും ബാലറ്റ് പേപ്പറിൻ്റെ മാതൃകയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ EVM മെഷീൻ, വോട്ടിംഗ് മെഷീൻ എങ്ങനെ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മദ്രസ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്താം എന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കൈറ്റിൻ്റെ സോഫ്റ്റ്വെയർ സംവിധാനമായ എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അതിനെക്കുറിച്ചാണ്, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വോട്ടിംഗ് മെഷീൻ IT സ്കൂൾ ഉബുണ്ടു വെർഷൻ 18 നമുക്ക് വേണ്ടി. വെർഷൻ 20 ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ വെർഷൻ 18 തന്നെ നമുക്ക് യൂസ് ചെയ്യണം. കാരണം നമ്മുടെ വോട്ടിംഗ് മെഷീന് വെർഷൻ 18 വർക്ക് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് വെർഷൻ 18. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉബുണ്ടു, ഇപ്പോൾ വിൻഡോസാണ് സാധാരണ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബൂട്ടബിൾ ചെയ്തിട്ട് പെൻഡ്രൈവ് ചെയ്തിട്ട് അതേ ലാപ്ടോപ്പിൽ തന്നെ അല്ലെങ്കിൽ അതേ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉബുണ്ടു യൂസ് ചെയ്യുന്ന സംവിധാനമാക്കാം. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഇല്ലാത്തൊരു സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ ഉബുണ്ടു നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിന് കൈറ്റ് കേരള എന്നുള്ളത് വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കിട്ടും. അതിൽ സർവീസസിൽ അടിയിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ ഡൗൺലോഡ്സ് ഉണ്ടാവും. ഡൗൺലോഡ്സിൽ അങ്ങനെ താഴത്തേക്ക് വന്നാൽ IT സ്കൂൾ ലിനക്സ് 18.04 ഇതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സംഗതി. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് തൽക്കാലം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു 4 GB അടുത്ത് 3.9 GB അതിൻ്റെ സൈസ് വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉബുണ്ടുവിലാണ്. ആ വെർഷൻ 18 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബൂട്ട് ചെയ്യേണ്ട വീഡിയോസൊക്കെ വേറെ ഒരുപാട് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും. അത് ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തതിന് ശേഷം ഉബുണ്ടു ഓപ്പൺ ചെയ്യാം. ഉബുണ്ടു ഓപ്പൺ ചെയ്തതിന് ശേഷം വോട്ടിംഗ് മെഷീൻ സോഫ്റ്റ്വെയർ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ, ഈ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നൽകുന്ന ഫയൽ ലിങ്കിൽ നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ്സിൽ ഒരു ഫോൾഡറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് EVM വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് വോട്ടിംഗ് മെഷീൻ ഇൻസ്റ്റാളർ. ഇതിൽ install.sh എന്ന് പറയുന്ന ഫയൽ റൺ ഇൻ ടെർമിനൽ എന്ന് ക്ലിക്ക് ചെയ്യാം. നിലവിൽ എൻ്റെ ഇതിൽ ഫയൽ ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. റൺ ഇൻ ടെർമിനൽ കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് എന്താണോ, അതായത് ഉബുണ്ടുവിന് നമ്മൾ ഏത് പാസ്വേഡാണോ നൽകിയിട്ടുള്ളത് ആ പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആൻഡ്രോയിഡ് ഫോണിൽ ഇതിൻ്റെ ബാലറ്റ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. വോട്ടിംഗ് മെഷീൻ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാലറ്റ് യൂണിറ്റ് വരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടാബുകളിലോ അങ്ങനെ എന്തെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻസിൽ പോയിട്ട് ആക്സസറീസിൽ താഴെ ഭാഗത്ത് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കാണാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പാസ്വേഡ് അടിച്ചുകൊണ്ട് ഒതൻറ്റിക്കേറ്റ് അടിക്കുക.
സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് നമ്മുടെ വോട്ടിംഗ് മെഷീൻ. കമ്പ്യൂട്ടർ കൺട്രോൾ യൂണിറ്റായിട്ടും ആൻഡ്രോയിഡ് ഫോണ് ബാലറ്റ് യൂണിറ്റായിട്ടും യൂസ് ചെയ്യുന്ന രീതിയാണ്. EVM മെഷീൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ ഇതിലൂടെ സംവിധാനിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഇവിടെ ക്ലാസ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലാസ്സുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാബിനറ്റ് ഇവിടെയുള്ള നിലവിലുള്ളത് ഞാൻ തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്, എന്നിട്ട് രണ്ടാമത് ആഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് എ ക്ലാസ്സിനാണ് ഒരു ക്ലാസ്സായിട്ട് കൊടുക്കുന്നത്. ഇതിൽ ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് സ്പേസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കോമയോ മറ്റോ കാര്യങ്ങളൊന്നും ഈ ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ കൊടുക്കരുത്. അത് പിന്നീട് വോട്ടിങ്ങിനെ ബാധിച്ചേക്കാം, റിസൾട്ട് എടുക്കുമ്പോഴേക്ക് ബാധിക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഹൈഫൺ ഇടുക, ഇപ്പോൾ ഞാനിട്ടത് ഹൈഫണാണ്, അതല്ലെങ്കിൽ അണ്ടർസ്കോർ നൽകുക. ഈ രണ്ടാലൊരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. തൽക്കാലം ഞാനത് ഹൈഫൺ തന്നെ ആക്കിയിട്ടുണ്ട്. ആഡ് ബട്ടൺ കൊടുത്തതോടുകൂടി അതിവിടെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ആഡ് ചെയ്തതാണ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 ക്ലാസ്സുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാബിനറ്റ് ഞാൻ മുമ്പ് ചെയ്തു. ഇപ്പോൾ 1-ാം ക്ലാസ് 1A ആഡ് ചെയ്തു, 1, 2, 3 നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സ്ഥാനാർത്ഥികൾ ആഡ് ചെയ്യേണ്ടത് തൊട്ടപ്പുറത്തുള്ള ബോക്സിൽ സെലക്ട് ക്ലാസ്സസ് എന്നുള്ളിടത്ത് ക്യാബിനറ്റ് 1A ക്ലാസ് അടിച്ചപ്പോൾ ഞാൻ മുമ്പ് ആഡ് ചെയ്തതാണ് ഇവിടെ ഉള്ളത്. തൽക്കാലം ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ പുതിയൊരു 4 സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ആഡ് ആ കാൻഡിഡേറ്റ്സ് ഓക്കെ കൊടുക്കുക. രണ്ടാമത് മൂന്ന് സ്ഥാനാർത്ഥികൾ കൊടുത്തു. വേണമെങ്കിൽ ഇനി ഒരു നോട്ട് കൂടി കൊടുക്കാം. ആഡ് കാൻഡിഡേറ്റ് ഓക്കെ കൊടുത്താൽ ആ 4 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇവിടെ വന്നു. അതുപോലെ തന്നെ ക്യാബിനറ്റിൽ ഞാൻ മുമ്പ് കൊടുത്തതുണ്ട്, ഇർഫാൻ, ജസൽ, അർഷദ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാബിനറ്റിൽ അതുപോലെ തന്നെ ക്ലാസ്സുകളിലും നമ്മൾ സ്ഥാനാർത്ഥികൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥികളുടെ ചിഹ്നം അതല്ലെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാൻ താഴെ കാണുന്ന ഇമേജ് ഫോൾഡറിൽ ഇവിടെ ഫോൾഡർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഏതിലാണോ നമ്മൾ ഒരു ഫോൾഡറിൽ ചിഹ്നങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കണം. 1 മിനിറ്റ്, ഞാൻ സേവ് ചെയ്ത് വെച്ചൊരു ക്യാബിനറ്റ് എന്ന ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്യാബിനറ്റ് സ്ഥാനാർത്ഥികൾ 4 പേരാണുള്ളത്. അപ്പോൾ ക്യാബിനറ്റ് എന്ന് എഴുതിയിട്ട് ക്യാബിനറ്റ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ക്യാബിനറ്റ് 1, ക്യാബിനറ്റ് 2, ക്യാബിനറ്റ് 3, ക്യാബിനറ്റ് 4 എന്ന രീതിയിലാണ് നമ്മൾ ഫയൽ നെയിം സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ 1A ക്ലാസ്സിലെ സ്ഥാനാർത്ഥികൾ 4 പേരാണ്, 3 സ്ഥാനാർത്ഥികൾ ഒരു നോട്ടയും. അതിന് ഞാൻ പേര് കൊടുത്തിട്ടുള്ള 1A1, 1A2, 1A3, 1A4. നോട്ടൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്, PNG ഇമേജുകളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൾഡർ ഞാനിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിൽ ക്യാബിനറ്റിൽ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ പാത്ത് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൺട്രോൾ യൂണിറ്റ് കംപ്ലീറ്റ് ആയതിനാൽ ഇനി ബാലറ്റ് യൂണിറ്റ് നമുക്ക് സജ്ജീകരിക്കേണ്ടതാണ്. ജനറേറ്റ് QR കോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു QR കോഡ് അവിടെ പ്രത്യക്ഷമാകുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആൻഡ്രോയിഡ് ഫോണിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടാബിലോ മറ്റോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഫയലും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കാന് അതുപോലെ തന്നെ ഡയറക്റ്റ് എന്ന് പറയുന്ന 2 ബട്ടൺ കാണും. അതിൽ സ്കാൻ എന്ന ബട്ടൺ
ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ സ്ക്രീൻ 1 എന്ന് എഴുതി കാണിച്ചിട്ട് ഒരു റെഡ് ബട്ടൺ നമുക്ക് കാണിക്കുന്നതാണ്. അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും 90% സജ്ജമായി കഴിഞ്ഞു എന്നർത്ഥം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റായിട്ടുള്ള നമ്മുടെ സിസ്റ്റവും തമ്മിൽ ഒരേ നെറ്റ്വർക്കിലായിരിക്കണം കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. മൊബൈൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കിയാലും മതി, അതല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഹോട്ട്സ്പോട്ട് ഉണ്ടെങ്കിൽ അത് ഓണാക്കിയാലും മതി, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വൈഫൈ സംവിധാനം ഉണ്ടെങ്കിൽ അത് രണ്ടിലും ഒരേ നെറ്റ്വർക്ക് കണക്റ്റ് ചെയ്താൽ മതി. ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല, ഒരേ നെറ്റ്വർക്ക് കണക്റ്റ് ആയാൽ മതി. ഓക്കെ, ഇനി സ്റ്റാർട്ട് പോൾ, നമ്മൾ വോട്ടിങ്ങിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സ്റ്റാർട്ട് പോൾ അടിച്ചാൽ ഒരു ചോദ്യം ചോദിക്കും. മുമ്പുള്ള വോട്ടുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ബ്രേക്ക്, വോട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനുള്ള സജ്ജീകരണം ഉണ്ടെന്നർത്ഥം. അപ്പോൾ മുമ്പ് ഇതിൽ വോട്ട് ചെയ്തത് കൊണ്ട് ആ വോട്ട് നിർത്തണോ അതല്ല പുതിയത് അതിൻ്റെ കണ്ടിന്യൂ തന്നെ വേണോ, അതല്ലെങ്കിൽ പുതിയ വോട്ടിങ് തുടങ്ങണം, പോൾ തുടങ്ങണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ യെസ് ഡിലീറ്റ് ആൾ പോൾഡ് വോട്ടേഴ്സ്, എല്ലാ വോട്ടുകളും നമ്മൾ മായ്ച്ച് കളയാണ്. ഓക്കെ, ഇതാണ് ബാലറ്റ് യൂണിറ്റിലേക്കുള്ള പെർമിഷൻ കൊടുക്കുന്നത്. അഥവാ പ്രിസൈഡിങ് ഓഫീസർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാലറ്റ് യൂണിറ്റായിട്ടുള്ള ആൻഡ്രോയിഡ് ഡിവൈസിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും പേരും വരുള്ളൂ, വോട്ട് ചെയ്യാനുള്ള സ്വിച്ചുകളും തെളിഞ്ഞു കാണിക്കുകയുള്ളൂ. അപ്പോൾ ക്യാബിനറ്റ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ 1 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് 2 ക്ലാസ്സിലേക്ക് 2 വോട്ട് ചെയ്യേണ്ടതെങ്കിൽ ക്യാബിനറ്റ് സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാം, അതുപോലെ തന്നെ തൻ്റെ ക്ലാസ്സിലെ ലീഡറെ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യാം. അങ്ങനെയാണ് സജ്ജീകരിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടും ഓരോരോ വോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല മദ്രസ ലീഡർ അല്ലെങ്കിൽ സ്കൂൾ ലീഡറെ മാത്രമാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ ക്യാബിനറ്റ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, മദ്രസ ലീഡറിന് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അതൊക്കെ അപ്പോഴത്തെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാനാണ്. അപ്പോൾ ക്യാബിനറ്റിലേക്കുള്ള വോട്ടിന് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബാലറ്റ് എന്ന് പറയുന്ന ഗ്രീൻ ബട്ടണിൽ പ്രിസൈഡിങ് ഓഫീസർ ക്ലിക്ക് ചെയ്യുന്നതിലോട് കൂടിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പേരും വോട്ട് ചെയ്യാനുള്ള ബട്ടണും തെളിഞ്ഞ് കാണിക്കും. ഞാനത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻഷോട്ടാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ വോട്ടർക്ക് ഏത് ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യേണ്ടത് ആ ചിഹ്നത്തിനും പേരിനും നേരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താം. സാധാരണ EVM മെഷീനിൽ ഉള്ളതുപോലെ തന്നെയാണ്, അങ്ങനെ വോട്ട് രേഖപ്പെടുത്താവുന്നത്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയതോടുകൂടി കൺട്രോൾ യൂണിറ്റിലേക്ക് അതിൻ്റെ സന്ദേശം എത്തി, കൂടെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റി. അപ്പോൾ ഈ പോളിംഗ് സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഈ ബോക്സിൽ പോളിങ്ങിൻ്റെ സ്റ്റാറ്റസ് അവിടെ കാണാം. ക്യാബിനറ്റ് വോട്ടിലേക്ക് 1 വോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി 1ാം ക്ലാസ്സിലെ ലീഡറിലേക്കുള്ള ബാലറ്റ് കൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്തു, മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ അത് തെളിഞ്ഞു വന്നു. വോട്ടർ വോട്ട് രേഖപ്പെടുത്തി, കൺട്രോൾ യൂണിറ്റിലേക്ക് സന്ദേശം വന്നു. അവിടെ 1A ക്ലാസ്സിലേക്ക് 1 വോട്ട് വന്നിട്ടുണ്ട്. എഗെയിൻ ഒന്നും കൂടി അടുത്ത വിദ്യാർത്ഥി വരുന്നു, ക്യാബിനറ്റ് വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുന്നു. ഇവിടെ ക്യാബിനറ്റ് 2 എന്ന് പറയുന്നു. ക്ലാസ്സിലെ ലീഡറെ തിരഞ്ഞെടുക്കാനുള്ളതിലേക്ക് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് പെർമിഷൻ കൊടുക്കുന്നു. വോട്ടർ വോട്ട് ചെയ്യുന്നു. എഗെയിൻ ഒന്നുകൂടി ക്യാബിനറ്റിലേക്ക് വോട്ടിന് പെർമിഷൻ കൊടുക്കുന്നു. വോട്ട് ചെയ്യുന്നു. ഇനി ക്ലാസ്സിലേക്കുള്ളത് ഒന്നും കൂടി തുറന്നു കൊടുക്കുന്നു. വോട്ട് ചെയ്യുന്നു. അപ്പോൾ 3 വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു. ഇതതിൻ്റെ സജ്ജീകരണം ഓരോരുത്തരെ സ്ഥാപനത്തിൽ എങ്ങനെയാണ് വോട്ടെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിൽ സജ്ജീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഉദാഹരണം കാണിച്ചിട്ടുള്ളത് ഒരു ക്യാബിനറ്റ് വോട്ടും ഒരു ക്ലാസ് ലീഡർ വോട്ടുമാണ്
ഒരു കുട്ടിക്ക് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ 3 വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു. ഇനി വോട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോട്ട് നിർത്തുകയാണെങ്കിൽ ക്ലോസ് പോൾ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ യെസ് കൊടുക്കുക. ഇനി റിസൾട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വോട്ട് കൗണ്ട് ചെയ്യാനുള്ള ടാബ് ഓപ്പണായി വരും. ഇപ്പോൾ ക്ലാസ് സെലക്ട് ചെയ്യുക. ക്യാബിനറ്റ് വോട്ടാണ് ആദ്യം എണ്ണുന്നതെങ്കിൽ ക്യാബിനറ്റ് സെലക്ട് ചെയ്യുക. ഗെറ്റ് റിസൾട്ട് അടിച്ചാൽ കാണിക്കും. 3 വോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 1 ഇർഫാൻ MP, 2 അർഷദ് VK, 3 ഷാജ് OP. 3 സെയിമായിട്ടാണുള്ളത്. അപ്പോൾ വോട്ടെണ്ണി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് വരും. ആരാണോ ആദ്യം ഫസ്റ്റ് ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടിയ അയാൾ മുന്നിലൊരു എത്ര ശതമാനം വോട്ട് കിട്ടി, എത്ര വോട്ട് കിട്ടി എന്നൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും. ഇനി അത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ബട്ടൺ അടിച്ചാൽ ഡെസ്ക്ടോപ്പിൽ അത് സേവ് ആവുകയും ചെയ്യും. ഇവിടെ കാണാൻ സാധിക്കും ക്യാബിനറ്റ് റിസൾട്ട് ഇവിടെ ഓപ്പൺ ആയി. അതുപോലെ തന്നെ ഇനി 1ാം ക്ലാസ്സിൽ അത് സെലക്ട് ചെയ്യണം. ഗെറ്റ് റിസൾട്ട് ഇപ്രകാരം ആ വോട്ട് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബാലറ്റ് യൂണിറ്റ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി വോട്ട് ഇലക്ഷന് ബ്രേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. റിസൾട്ട് അപ്പ് എടുക്കണമെന്നില്ല. രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് പോൾ അടിക്കുക. നോ കണ്ടിന്യൂ പ്രീവിയസ് പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലോസ് പോൾ ബട്ടൺ അമർത്തുക. യെസ് കൊടുക്കുക. റിസൾട്ട് വോട്ട് തുടർന്നതിന് ശേഷം അത് ക്ലോസ് ചെയ്യുമ്പോൾ അവസാനം വീണ്ടും ഇപ്രകാരം തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥിക്കും എങ്ങനെ വോട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. കുട്ടികളെ ജനാധിപത്യ രീതി പഠിപ്പിക്കാനും അതുപോലെ തന്നെ EVM മെഷീനെ പരിചയപ്പെടുത്താനും അതിൻ്റെ ഒരു ഫീലിംഗ് കുട്ടികൾക്ക് കൂടി പകർന്നു നൽകാനും ഈ സംവിധാനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ വോട്ട് മെഷീൻ സജ്ജീകരിക്കുന്നത് മലപ്പുറം ജില്ല ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗം കൈറ്റ് സീനിയർ ഓഫീസർമാരായിട്ടുള്ള ഷാജി സാറും ഉദ്യോഗസ്ഥരും കൂടിയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം സജ്ജീകരിച്ചെടുക്കുന്നത്. വൈകാതെ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഈ ഗ്രാഫിക്സിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റത്തിരുത്തലുകളുമായിട്ട് വരും എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. നിലവിൽ വെർഷൻ 18-ൽ മാത്രം ഉബുണ്ടു IT സ്കൂൾ വെർഷൻ 18-ൽ മാത്രമാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് 20-ലും ഇതിലേറെ മികച്ച സംവിധാനത്തോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. വൈകാതെ തന്നെ ഉപയോഗപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ രീതികളും വശങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പരമാവധി ഒരു 3-4 പ്രാവശ്യം ടെസ്റ്റ് മോക്ക് പോൾ നടത്തിയതിന് ശേഷം മാത്രമേ വോട്ടെടുപ്പ് നടത്താൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റു ഇതുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാം. എൻ്റെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ വിളിക്കേണ്ടതില്ല, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. കഴിയുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്തു തരാം.